അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ നല്ല 2 പഴുത്ത മാങ്ങയുണ്ട്. കത്തിയും മാങ്ങയൊക്കെ ഇവിടെ കഴുകി ഉഷാറാക്കി കൊടുന്നിട്ടുണ്ട്. അതിൻ്റെ കേടുള്ളതൊക്കെ ചെത്തി കളഞ്ഞ്. അപ്പോൾ അത് നമ്മളെ തറവാട്ടിലുണ്ടായ മാങ്ങയാണ്. കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ വേറെ കുട്ടികളൊക്കെ ഫാദിയും തെന്നുമിലൊക്കെ ഹായ് എന്ന് പറഞ്ഞാൽ എല്ലാവരോടും അപ്പോൾ അതാ 2 അഭിനേത്രികൾ കണ്ടില്ലേനാ നമ്മളെ അതാ എൻ്റെ ഫാദിൻ്റെ വലിയ പേരക്കുട്ടി അസ്മിയുടെ കൂടെ വാ. എൻ്റെ അസ്മിക്കുട്ടിക്ക് നമ്മ പാലുണ്ണി ഉണ്ടായിരിക്കണം. ദൈവം നിറയെ പാലുണ്ണിയാണ് കേട്ടോ. ഇല്ല അസ്മിയെ ഹായ് പറഞ്ഞ ഹായ് പറയാ ഹായ് ഒന്നാണോ ഇരിക്കട്ടോ അവനെ. അപ്പോൾ അങ്ങനെ വിലക്ക് എത്തിയിട്ടുണ്ട്. നല്ല രാത്രി ഞങ്ങളൊരു ഉറക്കം ഉറങ്ങിയ ശേഷം വന്നത്. എത്ര മണിക്ക് നിങ്ങൾ വന്നപ്പോൾ പറയും? 1 മണിയില്ല 11:30 അല്ലേ? ഞങ്ങൾ പച്ചിനെ കൊണ്ടാക്കി വന്നപ്പോഴല്ലേ 1 മണി. ഒലപ്പച്ചിനൊക്കെ എയർപോർട്ടിൽ കൊണ്ടാക്കി വന്ന് വന്ന് കയറി ഇപ്പോൾ 11:30 അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിക്കണ്ട. വരും നേരം വെക്കും പറഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിക്കുന്നു. നമുക്ക് 10 മണിക്ക് കൃത്യമായിട്ട് ഉറങ്ങി ശീലമായതാണ്. പിന്നെ എയർപോർട്ട് ഒലപ്പച്ചിനെ കൊണ്ടാക്കി വന്ന് 1 മണി കഴിഞ്ഞിരിക്കണേ കാലിക്കറ്റ് എയർപോർട്ടിൽ. അങ്ങനെ നമ്മളെ എന്താ പറയാൻ വന്ന് നമ്മൾ തുടങ്ങണ്ടേ. അപ്പോൾ മാങ്ങ ചെത്തല്ലേ എല്ലാവരും, നിങ്ങൾക്കൊക്കെ വേണ്ടേ? അപ്പോൾ നമ്മൾ മാങ്ങ എത്തുക, ഞാൻ ആരംഭിക്കാം. തന്നൂൻ്റെ വായിൽ വെള്ളമുണ്ട്. ഒക്കെ തുപ്പിക്കളാൻ അണ്ടിയോടെടുത്താൽ മാങ്ങ പുളി ലാസ്റ്റ്. അപ്പം അങ്ങനെ ഇത് പഴുത്തിക്കിട്ട നല്ല മധുരം ഉണ്ട് കേട്ടോ. അതൊരു ഉള്ളു കാര്യമാക്കണ്ട. ചുവന്ന നിറം ഉണ്ടാവില്ല. ഇത് കുറച്ചും കൂടി വലിപ്പമുണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ള ഐറ്റം. അത് നിങ്ങൾക്ക് അവിടെ മാങ്ങൊന്നും ഉണ്ടായിട്ടില്ലേ? കപ്പൽ വിടാനുള്ള വെള്ളമൊക്കെ ഉണ്ടിട്ടാ എല്ലാവരും വായിലും. ആയിട്ടില്ല. അപ്പൊ മാങ്ങ റെഡിയായി. കണ്ണിലെ പോലെ പതിയെ ക്യാമറക്കാരൻ വേറെ ആളാണ് കേട്ടോ. മറ്റേ ഞാൻ തന്നെ ഒറ്റക്ക് ക്യാമറ പിടിക്കലൊക്കെയാണ്. അപ്പം എല്ലാവരും അപ്പം മാങ്ങ കഴിക്കുക. നസ്മി നന്ന പതിയെ എങ്ങനെയുണ്ട്? നല്ല മധുരണ്ടാ. സൂപ്പർ. മാങ്ങ തീർന്നിട്ടാ. എത്രയും പെട്ടെന്ന് തീർന്നു. 2 മാങ്ങയും 4 കുട്ടികളും ഒരു ഉമ്മയും ഇല്ലേ? അങ്ങനെ അത് അവസാനിച്ചു. ഓക്കെ ബൈ. ഞാൻ അടുത്ത ദിവസം കാണാം.